ഫസ്റ്റ് ഓൺ 24 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനം നേരിട്ട അതിജീവിത മുഖ്യമന്ത്രി VD സതീശനെ കാണും. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത നാളെ മുഖ്യമന്ത്രി കാണുക. വിനേഷ് കുമാർ തിരുവനന്തപുരം ചെയ്തു. വിനേഷ്, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യമുണ്ടായിരുന്നു. അന്ന് ആരോപണ വിധേയരായ പലരും വീണ്ടും സർവീസിൽ കയറിയതടക്കം വിവാദമായിരുന്നു. പുനരന്വേഷണം എന്ന ആവശ്യം ഏത് ഘട്ടത്തിലാണ്, ഇത് പശ്ചാത്തലത്തിലാണ് വരുന്നത്? എപ്പോഴേക്കും നാളെ മുഖ്യമന്ത്രിയെ കാണാൻ സാധ്യതയുണ്ട്? നാളെ വൈകുന്നേരമാണ് അതിജീവിത തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെയും നേരിൽ കാണുക. എന്തായാലും അവർ പ്രധാനമായും പറയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ, അതായത് 2023 മാർച്ച് 18 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആണ് അവർ മയങ്ങുന്ന സമയത്താണ് അവിടുത്തെ അറ്റൻഡറായ MM ശശീന്ദ്രൻ ഇവരെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഇതേ തുടർന്ന് ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പക്ഷേ അന്ന് ശശീന്ദ്രനെ പിന്തുണച്ച 5 ജീവനക്കാരുണ്ട്. അവരെ പിന്നീട് തിരിച്ച് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും അവിടെ തന്നെ പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിൽ അവർക്കെതിരെ മറ്റൊരു തലത്തിലുള്ള വകുപ്പുതല നടപടിയും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അന്ന് ഇതിൽ നിന്ന് മൊഴി നൽകിയിരിക്കുന്ന, അതായത് ഈ അതിജീവിത മൊഴി നൽകിയത് മൊഴി മാറ്റിയ 2 പേരുണ്ട്. അതായത് ഇവർ കൊടുത്തിരിക്കുന്ന മൊഴി മറ്റൊരു രീതിയിലേക്ക് തിരിച്ച് ഇവർക്ക് എതിരാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന 2 ഡോക്ടർമാരുണ്ട്. ഡോക്ടർ പ്രീതിയും അതുപോലെ തന്നെ ഡോക്ടർ ഫാത്തിമ ബാനുവുമാണ്. ഇവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്ക് കൃത്യമായ ഒരു പുനരധിവാസ പാക്കേജ് കൂടി ഉൾപ്പെടുത്തണം. കാരണം ഇതിന്റെ പുറകെ കുറേയായി നടക്കുന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നും അതിജീവിത പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും എന്നുമാണ് ഇപ്പോൾ നമുക്ക് അതിജീവിതയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. നാളെ അതിജീവിത മുഖ്യമന്ത്രി കാണും. വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.